ഹായ്, ഇന്നത്തെ എപ്പിസോഡ് ഇടാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും ടി വിയിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായാലും വന്നിട്ടുണ്ട്. ഇന്നെന്തായാലും കറക്റ്റ് സമയത്ത് എപ്പിസോഡ് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. അങ്ങനെ സത്യമ്മ ശാലിനി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വിഷ്ണു അടിക്കുന്നത്. പക്ഷേ അതവിടെ ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ സുസ്മിത തൻ്റെ പണി വിജയിച്ചു എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആ സെറ്റിലേക്ക് കാലുമേ കാലും കയറ്റിയൊക്കെ ഇരുന്ന് തനിയെ അങ്ങ് സംസാരിക്കുകയാണ്. നീ ശാന്തമുഹൂർത്തമൊക്കെ ആഘോഷിക്കാനായിട്ട് സന്തോഷിച്ചിരുന്നതല്ലേ, അത് മുടക്കാനായിട്ട് എനിക്ക് 2 തുള്ളി എണ്ണ മതി, നിനക്ക് ഞാൻ അടി വാങ്ങിച്ച് തന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിൽ സുസ്മിത അങ്ങ് സെറ്റിയിലിരിക്കുകയാണ്. ഇതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു അങ്ങ് ശാലിനിയെ അടിച്ചത് ഓർമ്മിച്ച് ആകെ അങ്ങ് സങ്കടത്തിലാണ്. ദേഷ്യത്തോടു കൂടി ആ കൈ ചുരുട്ടി കാറിൻ്റെ ബോണറ്റിലേക്കൊക്കെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് ആ സീനുകളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. ശാലിനിയും റൂമിൽ കട്ടിലിരുന്നു കൊണ്ട് സങ്കടാവസ്ഥയിലാണ്. ഒരു പാട്ട് സീനിലൂടെയാണ് അത് ഫുള്ള് വീണ്ടും എടുത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ തുണിയെടുക്കാൻ കൊണ്ടുപോകാത്തതിലും നൂലുകെട്ടിന് കൊണ്ടുപോകാത്തതിലും ഒക്കെ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് ശ്യാമ ഓർക്കുന്നുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് ശാരദാമ്മ പറഞ്ഞതും പിന്നീട് റെഡിയായി വന്നപ്പോൾ ശാരദാമ്മ ദേഷ്യപ്പെട്ടതും ഒക്കെ ഓർത്ത് ശ്യാമയ്ക്ക് അങ്ങ് വിഷമം കൂടി വരികയാണ്. ഈ സമയത്താണ് ശാരദാമ്മ റൂമിലേക്ക് വരുന്നത്. അത് ശാരിയെ കാണുന്നുമുണ്ട്. ശാരിക ഉടനെ കളിയാക്കി പറയുകയാണ്, ശ്യാമയെ ആരെങ്കിലും ഊണ് കഴിക്കാൻ വിളിച്ചാൽ നീ പോകണ്ട കേട്ടോ, നൂലുകെട്ടിന് പോയി വയറ് നിറച്ചുണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നൂലുകെട്ടിന് ഇട്ടുകൊണ്ട് പോയ പട്ടുകുപ്പായം അങ്ങ് ഊരി വെച്ചേരാ, അതിൽ വെറുതെ ചെളി പറ്റിക്കണ്ട. സത്യാമ്മയുടെ വീട്ടിനും മോടിക്കുമൊക്കെ ചേർന്ന് എടുത്തതല്ലേ, അതങ്ങ് അഴിച്ചു വെച്ചേരെന്നൊക്കെ പറഞ്ഞങ്ങ് ശാരദാമ്മയോടാണ് ശ്യാമ പറയുന്നത്. പക്ഷേ ശ്യാമയെ നോക്കിയാണ് പറയുന്നത്. തന്നെ കളിയാക്കുകയാണെന്ന് ആകെ ദേഷ്യത്തോടു കൂടിയാണ് ശാരിക സംസാരിക്കുന്നത്. അന്നേരം ശ്യാമയെന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അമ്മ എനിക്ക് പട്ടുകുപ്പായമൊന്നും വേണമെന്നില്ലായിരുന്നു, പക്ഷേ പ്രീതി ചേച്ചിയുടെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന്. അന്നേരം അത് ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തതല്ലല്ലോ. ഞാൻ വേറൊരു കാര്യം പറയാം, ശാരി അറിയണ്ടെങ്കിലും നിന്നോട് എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി നടത്തിക്കൊണ്ട് വരികയായിരുന്നു. നിൻ്റെ കോളേജിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അച്ഛനല്ലേ വന്ന് ഇടപെട്ടത്. പിന്നെ പോൾസൺ ചോദിച്ച നഷ്ടപരിഹാര തുകയും അച്ഛൻ കൊടുത്തു. പിന്നെ രാജീവിന് ആ പൈസ കൊടുക്കാമെന്ന കേസും അച്ഛൻ തീരുമാനമാക്കിയതാണ്. പക്ഷേ പൈസ ഇല്ലാതെ തന്നെ അവരൊന്നിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ കാര്യങ്ങൾ തീരുമാനമാക്കിയ നിങ്ങളുടെ അച്ഛൻ കുറേ കാലമായിട്ട് എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു എന്ന് ചോദിക്കുകയാണ്. ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെഡിയാകാൻ പോയപ്പോഴാണ് ശാന്തയും രാജിയും കൂടി എന്നോട് വന്ന് അച്ഛനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്താ അച്ഛൻ്റെ കാര്യം തിരക്കാത്തത് എന്നിങ്ങനെ ശാരദാമ്മ സംസാരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ വന്നും സംസാരിക്കുമ്പോൾ ശാരദാമ്മയുടെ കഴുത്തിൽ താലിമാലയൊന്നുമില്ല. പക്ഷെ അത് അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ശാരദാമ്മ സങ്കടത്തോടു കൂടി സംസാരിക്കുമ്പോൾ ശാരികയും ശ്യാമയും അങ്ങ് അന്തം വിടുകയാണ്, എന്താണ് പറയുന്നത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. അന്നേരം ശാരിക തൻ്റെ ദേഷ്യമൊക്കെ വിട്ട് എന്താ അമ്മയെ സംഭവം എന്നും പറഞ്ഞ് ശാരദാമ്മയോട് തിരക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാരികയോടും ശ്യാമയോടും പറയുകയാണ്. രാജേശ്വരി ഉപേക്ഷിച്ച് ഗോപാലേട്ടൻ അമ്പലങ്ങളിലായിരുന്നു. നമ്മളിവിടെ രാമായണ പൂജയ്ക്ക് സദ്യ ഒരുക്കുമ്പോൾ അച്ഛൻ അവിടെ പടച്ചോറ് തിന്ന് വിശപ്പടക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങ് ആകെ സങ്കടമാവുകയാണ്. തുടർന്നാണ് പറയുന്നത്, ശാന്തയാണ് എന്നോട് വിവരം അന്നേരം പറഞ്ഞത്. അന്നേരം ഈ അമ്മയ്ക്ക് നൂലുകെട്ട് ആഘോഷിക്കാനോ പട്ടുകുപ്പായം വാങ്ങിക്കാനോ ഒന്നുമുള്ള ശ്രദ്ധയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് കാണണം, അച്ഛൻ്റെ രോഗവിവരം എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കൾ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ ശ്യാമയുടെ കൈപിടിച്ച് പറയുകയാണ്. എന്നിട്ട് അമ്മ പോയില്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം പോയപ്പോൾ ഉണ്ടായ ഗോപാലകൃഷ്ണൻ തന്നെ ആട്ടിപ്പായിച്ചതും ഏലിയാമ്മ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞതുമൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, അച്ഛൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ ഒരു സഹായം ആവശ്യമാണ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എന്നാലും എൻ്റെ ആഭരണങ്ങളൊക്കെ ഞാൻ പണയം വെക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴാണ് ശാരികയും ശ്യാമയും ശാരദാമ്മയുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ ശ്രദ്ധിക്കുന്നത്. അന്നേരം വളയോ മാലയോ കമ്മലോ ഒന്നും ശാരദാമ്മയുടെ ദേഹത്ത് ഇല്ല. എല്ലാം പണയം വെക്കാനുള്ള ഒരുക്കത്തിലാണ് ശാരദാമ്മ. അതുകൊണ്ടൊന്നും തികയില്ല, എന്നാലും നിന്റെ കമ്മൽ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ശ്യാമയോട് പറയുമ്പോൾ അതിനെന്താ അമ്മയെന്നും പറഞ്ഞ് ശ്യാമ ആദ്യം തന്നെ ഒരു കാതിലെ കമ്മൽ ഊരി ശാരദാമ്മയുടെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം ശാരിക ഒന്ന് നോക്കിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, ശാരിയുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും അത് ചോദിക്കാനുള്ള അവകാശമില്ലല്ലോ, അവളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ എന്ന്. അതിനുശേഷം ശാരദാമ്മ കൈ നീട്ടിയിരിക്കുകയാണ്. മറ്റേ കമ്മൽ കൂടി ശ്യാമ വയ്ക്കുന്നത് നോക്കി. ഈ സമയത്താണ് തൻ്റെ കൈകളിലേക്ക് ഒരു മാലയും 2 വളയും കമ്മലും കൂടി വയ്ക്കുന്നത് കാണുമ്പോൾ മോളെ ഇത് എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് എഴുന്നേക്കുകയാണ്. അന്നേരം ശാരികയാണ് അതൊക്കെ ഊരി വെച്ചത്. അന്നേരം കുഞ്ഞെ ഇത് നിന്റെ താലിമാലയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം താലി ഊരി കഴിഞ്ഞാൽ അത് വെറും ഒരു മാല മാത്രമല്ലേ അമ്മേ, അതൊരു ചരടിൽ കോർത്തിട്ടാലും മതിയല്ലോ, അതിനേക്കാൾ വിലപ്പെട്ടതാണ് എനിക്കെൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അങ്ങ് ശാരിക കരയുകയാണ്. തുടർന്ന് മോളെയെന്നും പറഞ്ഞ് ശാരദാമ്മ ശാരിക അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്.
മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചാലും ഞാൻ ഗോപാലകൃഷ്ണൻ്റെ മകളല്ലാതാകുമോ അമ്മയെന്ന് സങ്കടത്തോടെ ശാരിക കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അത് ശാരികയെ ആശ്വസിപ്പിക്കാൻ മാത്രമേ ശാരദാമ്മയ്ക്ക് കഴിയുന്നുള്ളൂ. ഇതൊക്കെ കണ്ട് കരഞ്ഞു നിൽക്കുകയാണ് ശ്യാമയം. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ഉമ്മറത്ത് നിൽക്കുന്ന ശാലിനിയോട് പൊന്നി വന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യമായും സുസ്മിത തുടയ്ക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തുടയ്ക്കാതെ പോയത്, അല്ലാതെ ഒന്നും കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങ് പൊന്നി സങ്കടത്തോടെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞേന്ന് വിളിക്കുമ്പോൾ പൊന്നി പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരവും കുഞ്ഞേന്നും പറഞ്ഞ് പൊന്നി നിൽക്കുകയാണ്. അന്നേരം വെറുപ്പും പിണക്കവും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല, പൊന്നി പൊയ്ക്കോളൂ, സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചില്ലേ, പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് പൊന്നിയെ ശാലിനി അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പൊന്നി അകത്തേക്ക് കയറി പോകുമ്പോൾ വിഷ്ണു മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി പൊന്നി പറഞ്ഞത് വിഷ്ണു കേട്ടോന്നറിയില്ല. തുടർന്ന് പൊന്നിയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു വരികയാണ്. എന്നിട്ട് ശാലിനി ഒന്ന് നോക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനി എന്ന് വിളിക്കുമ്പോൾ ശാലിനി അങ്ങ് പൊട്ടിക്കരയുകയാണ്. ഒന്നും സംസാരിക്കുന്നില്ല. തുടർന്ന് ശാലിനിയുടെ കൈകളിലേക്ക് വിഷ്ണു പിടിക്കുന്നുണ്ട്, ഇറുക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇയാളുടെ മൗനം എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുകയാണ്. ഞാൻ ഇയാളെ തല്ലിയത് മനഃപൂർവ്വമാണെന്നാണോ ഇയാൾ കരുതിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരവും അങ്ങ് പൊട്ടിക്കരയുകയാണ് ശാലിനി. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഇയാളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ തന്നെ തല്ലിയത്. ഇപ്പോൾ എണ്ണ വീഴ്ത്തിയത് താനാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇയാളോടുള്ള ദേഷ്യം ഞാൻ കണ്ടത് തന്നെയാണ്. അമ്മയ്ക്കാണെങ്കിൽ അച്ഛന് ജീവനാണ്. അച്ഛൻ വീഴാൻ പോയതിലല്ല പ്രശ്നം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ പിന്നെ അതിന് കാരണക്കാരായവരെ ആരായാലും വച്ചേക്കില്ല. ആ ദേഷ്യം ഞാൻ കണ്ണുകൊണ്ട് അന്നേരം കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ സംഭവം ഒന്നുകൂടി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ശാലിനി പറയുമ്പോൾ സത്യാമ്മയുടെ മുഖം അങ്ങ് ചുവന്ന് തുടുത്തതും കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതും, അങ്ങനെ സത്യാമ്മ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ തല്ലിയത് എന്നൊക്കെ അങ്ങ് വിഷ്ണു സങ്കടത്തോടു കൂടി ശാലിനിയോട് പറയുകയാണ്. വീണ്ടും വിഷ്ണു പറയുകയാണ്, അമ്മയുടെ കണ്ണിൽ തന്നെ ദഹിപ്പിക്കാവുന്ന ഒരു തീ തന്നെ ഉണ്ടായിരുന്നു. തന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ പറഞ്ഞേനെ. ഞാൻ തന്നെ തല്ലിയപ്പോൾ അമ്മയ്ക്ക് തന്നോടൊരു സഹതാപം തോന്നിയില്ലേ, തന്നെ അടിക്കണ്ടെന്ന് വരെ പറഞ്ഞില്ലേ, അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ തന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴും ശാലിനി അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് സുസ്മിത മുറ്റത്തോട് വരുന്നുണ്ട്. സുസ്മിത ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് വീണ്ടും വിഷ്ണു അങ്ങ് ശാലിനിയുടെ കൈ പിടിക്കുകയാണ്. ഇയാൾ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇയാൾക്ക് എനിക്ക് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കാല് പിടിക്കാനായിട്ട് ഇങ്ങനെ തറയിലേക്ക് മുട്ടുകുത്തി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ശാലിനി അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്താ വിഷ്ണുവേട്ടാ ഇത് എന്ന് പറഞ്ഞിട്ട്. അന്നേരം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, താൻ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, ചീത്ത പറഞ്ഞോ, എന്നെ അടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും താൻ എന്നോട് പിണങ്ങിയിരിക്കരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് വിങ്ങിപ്പൊട്ടുകയാണ്. തുടർന്നും ശാലിനി മിണ്ടാതെ അങ്ങ് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ കൈ കൊണ്ടല്ലേ തന്നെ ഞാൻ തല്ലിയത്, ഈ കൈയിന് വേണ്ടാന്നും പറഞ്ഞിട്ട് വിഷ്ണു ആ തൂണിലേക്ക് കൈ ചുരുട്ടിയിടിക്കുകയാണ്. 1-2 പ്രാവശ്യം ഇടിക്കുമ്പോൾ വിഷ്ണുവേട്ടാന്ന് പറഞ്ഞ് ശാലിനി പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ്, എന്താ വിഷ്ണുവേട്ടെ കാണിക്കുന്നത്, എങ്കിൽ പിന്നെ എൻ്റെ ഈ കൈയും കൂടി ചേർത്ത് വെച്ച് ഇടിക്കുക, വിഷ്ണുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ശാലിനി ഉണ്ടോ എന്നൊക്കെ ശാലിനിയും കരഞ്ഞു പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ഇതെന്തുവാ ഇവർ എന്നൊക്കെ ഒരു സംസാരത്തിൽ അത് ഇഷ്ടപ്പെടാത്ത രീതിക്ക് സുസ്മിത അവിടെ നിന്ന് അങ്ങ് പിച്ചുമ്പയും പറയുകയാണ്. തുടർന്ന് വീണ്ടും വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി ഇയാൾ എന്നോട് പിണങ്ങല്ലേ എന്ന്. അന്നേരം ഞാൻ വിഷ്ണുവേട്ടനോട് പിണങ്ങി മിണ്ടാതെ ഇരുന്നതല്ല, ഏട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇങ്ങനെ ചെയ്യുകയുള്ളൂ. പക്ഷേ സുസ്മിത എന്നോട് ചെയ്ത ചതി കൂടി കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാതായിപ്പോയി. ഒരു നിമിഷം കുറച്ചു നേരം ഞാനങ്ങ് മിണ്ടാതിരുന്ന് പോയതാണ്, ഒറ്റയ്ക്കിരിക്കണം എന്നെനിക്ക് തോന്നി എന്നൊക്കെ പറയുമ്പോഴാണ് വിഷ്ണു ശ്രദ്ധിക്കുന്നത്. സുസ്മിതയോ, എന്ത് ചതി എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എണ്ണ വീണത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്, പക്ഷെ അതിനുശേഷം എന്ന് പറഞ്ഞിട്ട് എണ്ണ വീണ ശേഷം പൊന്നിയെ തുടയ്ക്കാൻ പറഞ്ഞതും പൊന്നിയുടെ അടുത്ത് സുസ്മിത വന്നതുമായ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനോട് ശാലിനി പറയുകയാണ്. ഇതൊക്കെ സുസ്മിത പുറയിൽ നിന്നും കേൾക്കുകയാണ്. അത്രയും സമയം വരെ അങ്ങ് വിഷാദഭാവമായിരുന്ന വിഷ്ണുവിൻ്റെ മുഖം അങ്ങ് ചുവന്ന് തൊടുക്കുകയാണ്. വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. എങ്കിൽ പിന്നെ ഇയാൾക്ക് അത് അവിടെ വെച്ച് തന്നെ പറഞ്ഞുകൂടായിരുന്നു, അമ്മ അവിടെ വെച്ച് തന്നെ അവളെ വലിച്ചു കീറി ഒട്ടിച്ചേനല്ലോ എന്ന്. അന്നേരം ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്, പൊന്നി വന്ന് പറഞ്ഞപ്പോഴാണ് ബാക്കി സത്യാവസ്ഥ അറിഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത കരുതുകയാണ്, രണ്ടും കൂടി വീണ്ടും കോംപ്രമൈസ് ആയോ, രണ്ടും കൂടി ഇനി എൻ്റെ നേർക്ക് വരാനുള്ള പരിപാടിയാണല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ആലോചിക്കുകയാണ്. അന്നേരം വിഷ്ണു ദേഷ്യം കൊണ്ടങ്ങ് കലിയുള്ളുകയാണ്. വിഷ്ണു പറയാണ്, എന്നാലും അവൾ
അയാളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ചുരുട്ടി കയ്യിലേക്ക് മടക്കി കുത്തി നിൽക്കുകയാണ്. അത്രയും ആകുമ്പോഴേക്കും എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ സുസ്മിതയോട് ചോദിക്കാൻ പോകുമോ അതോ ഇനി ശാലിനി വേണ്ടാന്ന് പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്തായാലും ശാന്തി മുഹൂർത്തത്തിന് മുടക്കം വരില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് സുസ്മിത മുടക്കാൻ പുതിയ പദ്ധതി എന്തെങ്കിലും ഒപ്പിക്കുന്നെങ്കിലേ ഉള്ളൂ. ഓക്കെ, താങ്ക്